Jesus Voice TV was meeting at Chennai on March 23rd, Saturday, time 9:30 a.m. to 3 p.m. Reverend Annie George ministering. Venue, Christ Church near David Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏത് വ്യക്തികളെ മാറ്റാൻ കഴിവുള്ള ദൈവവചനം. നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളെ അടച്ച് ഒരു മനസ്സോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് തരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരികയാണ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനകത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. എഫെസ്യ ലേഖനം എടുക്കാം, 6-ാം അധ്യായം എടുക്കാം, 18-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. അതിനകത്ത് 18-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ ധന്യനായ പൗലോസ് വെളിപ്പെടുത്തുക. ഒന്ന്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. 2, അതിനായി ജാഗരിക്കണം. 3, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഒന്നുകൂടെ പറയാം. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക. 2, അതിനായി ജാഗരിക്കുക. 3, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. ഈ 3 കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ധാരാളം ആശയങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവ വചനത്തിൽ കൂടെ ഹൃദ്യമായി നിങ്ങളോട് സംസാരിക്കും. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയുടെ ശക്തി അറിയാത്തവരാണ് പ്രാർത്ഥിക്കാത്തത്. പ്രാർത്ഥനയുടെ ശക്തി അറിയുന്നവരെന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഒരു ആരാധന നടക്കുമ്പോൾ അതിന് ഏറ്റവും വിലപ്പെട്ടത് പ്രയറാണ്, പ്രാർത്ഥന. ആമേൻ. ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ അതിന് വേണ്ടത് മാനുഷിക ബുദ്ധിയല്ല, മറിച്ച് പ്രാർത്ഥന. നിന്റെ ജ്ഞാനത്തിനും അറിവിനും മീതെയാണ് പ്രയർ. ഹലോ. ഒരു വീട്ടിൽ പ്രാർത്ഥനാന്തരീക്ഷം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ദൈവം ഇറങ്ങി നിൽക്കുക എന്നാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പവർഫുൾ പ്രയർ ഉണ്ടെങ്കിൽ അവൻ്റെ ക്രിസ്ത്യൻ ലൈഫ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഹല്ലേലൂയ. ഞാനീ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് ജീസസ് വോയിസ് മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ കാര്യമൊന്നുമല്ല. കൊച്ചിൻ്റെ കല്യാണം നടക്കുന്ന കാര്യമല്ല, മരിച്ചാൽ കുടിച്ചിടുന്ന കാര്യമല്ല. അതൊക്കെ നടന്നോളും. അതൊക്കെ ഉണ്ടെന്ന് കരുതി പ്രാർത്ഥനയിൽ വേണമെന്നില്ല. ആമേൻ. പ്രാർത്ഥന വേറെ. ഒരുവൻ യേശുവിനെ സ്വീകരിച്ചാൽ അന്ന് തുടങ്ങുന്ന പ്രയർ പിന്നെ നിത്യത വരെ അവൻ തുടർന്നുകൊണ്ടിരിക്കണം. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് വലിക്കാനാണ് പിശാചിന്റെ ശ്രമം. ഹല്ലേലൂയ. അതിനെ അതിജീവിക്കണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ തന്നെ ഉണർത്തണം. ഒന്ന് കൈ കൊടുത്ത് പറ, പ്രാർത്ഥനയ്ക്ക് ഉണർത്തണമെന്ന് പറ. സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ. ഒരു മനുഷ്യന് എത്ര നേരം ഉറങ്ങണം ഒരു രാത്രി? കുറഞ്ഞത് 8 മണിക്കൂർ അല്ലേ? അങ്ങനെയാ, കുറഞ്ഞത് 8 മണിക്കൂർ. മെഡിസിൻ പഠിക്കുന്ന ഒരു കൊച്ച് എത്ര മണിക്കൂർ ഉറങ്ങും? 4 മണിക്കൂർ.
8 മണിക്കൂർ ഉറങ്ങേണ്ടവൾ എങ്ങനെ ഇപ്പം 4 മണിക്കൂർ ഉറങ്ങുന്ന പറയാം. പഠിക്കാനായിട്ട് അവളെ തന്നെ ഉണർത്തി. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ചിലര് സാധാരണ ഡ്യൂട്ടി 8 മണിക്കൂറാ, ഓവർ ടൈം പിടിച്ചാൽ 4 മണിക്കൂർ പിടിക്കും, 12 മണിക്കൂർ. അമേരിക്കയിലൊക്കെ സുഖമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നേഴ്സുമാരോട് ചോദിക്കണം, നിന്നും നടന്നും ജോലിയാ. അതുപോലെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ തന്നെ ഉണർത്തണം. ഒരാമീൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉണർത്തണമെന്ന് പറ. ഹല്ലേലൂയ. ഞായറാഴ്ച വന്നിട്ട് കൈയടിച്ചൊരു പ്രസംഗം കേട്ട് ഗ്ലോറി പറഞ്ഞിട്ട് പോകരുത്. നിങ്ങളുടെ ലൈഫ് ഒരു പ്രാർത്ഥനാ ജീവിതമായിരിക്കണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിനക്ക് മുമ്പിൽ വരുന്ന ഏതു പ്രതിസന്ധിയും നിനക്ക് പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുക ഒരു രാജ്യത്ത്. ഏകദേശം 3.5 മണിക്കൂർ യാത്ര ചെയ്തു. ഞാൻ ഇടയ്ക്ക് വെച്ച് എവിടാ വീടെന്ന് ചോദിച്ചു. വീട് പറഞ്ഞു, ഇന്ന സ്ഥലത്താണ് വീട്. ചെങ്ങന്നൂക്ക് നോക്കി ചാലായിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. ഭാര്യയും എത്ര മക്കളും? 2 മക്കള്. പിന്നെ 3.5 മണിക്കൂർ മിണ്ടിയിട്ടില്ല പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരിച്ചു വന്നപ്പോഴും പ്രാർത്ഥിച്ചോണ്ട് ഞാൻ ഓർത്ത് ഇതെന്തൊരു പ്രാർത്ഥനയാ. ശ്രദ്ധിക്കണം. അദ്ദേഹം റൂമിൽ വന്നപ്പം ഞാൻ അകത്ത് ചോദിച്ചു, ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യനാണല്ലേ? അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചില്ലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതെന്നാ കാര്യം? എനിക്കൊരു വന്നിട്ട് എൻ്റെ വയറ്റിലെ കുടലെല്ലാം മുറിച്ച് നീക്കിയതാ. പിന്നെ കൃത്രിമമായി പ്ലാസ്റ്റിക് ഇട്ടിരിക്കുക. ശ്രദ്ധിക്കണം. മാസത്തിൽ ഒരിക്കൽ ഇൻഫെക്ഷൻ വരേണ്ടതാ. പക്ഷെ 16 കൊല്ലമായിട്ട് എനിക്ക് ഒരു ഇൻഫെക്ഷൻ പോലും വന്നിട്ടില്ല. പ്രാർത്ഥിക്കുന്നവന്റെ ലൈഫ് വേറെയാ. പ്രാർത്ഥിക്കുന്നവനിൽ പകരുന്ന ദൈവകൃപ വേറെയാ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ദശാംശം കൊടുത്തില്ലേലും വലിയ പ്രശ്നമില്ല, പ്രാർത്ഥിക്കാവോ? ഞാൻ ചിലരോട് കർത്താവിന്റെ ദൂത കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്. ഫസ്റ്റ് പ്രയർ. പ്രാർത്ഥന കൊണ്ട് നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ നീ ഇളക്കി മറിക്കണം. പ്രാർത്ഥന കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് അനുഗ്രഹത്തെ വിളിച്ചു വരുത്തണം. ഞാനൊരു ആത്മീക ദൂത് പറയാം, പ്രാർത്ഥിക്കുന്നവന് ഭയമില്ല, പ്രാർത്ഥിക്കുന്നവന് നിരാശയില്ല, പ്രാർത്ഥിക്കുന്നവന് സങ്കടമില്ല. പ്രാർത്ഥനയാൽ അവൻ സകലത്തെയും ജയിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പ്രോത്സാഹനങ്ങൾ ആവശ്യമാണ്. ഒരാമീൻ പറഞ്ഞാട്ട്. ഈ ചിലരൊക്കെ പ്രാർത്ഥന ഈ റേഞ്ച് പോകുന്ന മൊബൈലിൻ്റെ കൂട്ടാ. തിരുവനന്തപുരം വരെ യാത്ര ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 25 മിനിറ്റ് സംസാരിച്ചു. ആ 25 മിനിറ്റിനിടയ്ക്ക് സ്തോത്രം 5 പ്രാവശ്യം മൊബൈൽ റേഞ്ച് പോയി. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. 5 പ്രാവശ്യം മൊബൈലിൻ്റെ റേഞ്ച് പോയി. ഹല്ലേലൂയ. അപ്പം ഞാൻ അദ്ദേഹത്തോട് സോറി, ക്ഷമിക്കണം, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ ചിലർക്ക് വിട്ടുവിട്ടേ പ്രാർത്ഥനയുടെ റേഞ്ച് കിട്ടൂ ഉണ്ടെന്നില്ല. അരുത്. ഒരു പ്രയർ ലൈഫിൽ നയിക്കാൻ തീരുമാനിച്ചാൽ ഏതെല്ലാം പ്രതിബന്ധമുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ നീ മുന്നോട്ട് പോകണം. നിന്നെ പുറകോട്ട് വലിക്കാനാണ് ശത്രുവിൻ്റെ ശ്രമം. അവൻ ചുറ്റുപാടും കെണികൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പുറകോട്ട് പോകാതിരിക്കണമെങ്കിൽ മുമ്പിലുള്ള ഒന്നിനെ വകവെക്കാതെ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. നിനക്ക് നുണ പറയാൻ നേരമില്ല, കൂട്ടിപ്പിടിപ്പിക്കാൻ നേരമില്ല, കുറ്റം പറയാൻ നേരമില്ല, വിമർശിക്കാൻ നേരമില്ല, കഥ പറയാൻ നേരമില്ല, കവിത പറയാൻ നേരമില്ല. മറിച്ച് ഒന്നിനെ ടൈമുള്ളൂ, പ്രയർ. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാ ബോധ്യം തരിക. ഇന്നത്തെ ആരാധനയ്ക്കകത്ത് ചിലരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവം ഒന്ന് ബിൽഡ് ചെയ്യാൻ പോവുക. ലോർഡ്, പിശാച് കെട്ടിപ്പൊക്കിയ കോട്ടകൾക്ക് മീതെ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ. ആര് പ്രാർത്ഥിക്കുന്നു അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിഞ്ഞാൽ പ്രാർത്ഥനയാൽ എല്ലാം നേടാൻ പറ്റും. നിന്റെ അറിവിനും ബുദ്ധിക്കും അപ്പുറമാണ് പ്രയർ. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ തന്നെ ഉണർത്താൻ പറ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇച്ചിരിയുടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാവുന്ന. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യം വരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, ആമീൻ, നിന്റെ എല്ലാ ലൈഫ് സ്റ്റൈലും മാറാൻ പോവുക. ഒരേ വഴി പ്രയർ. പ്രയർ. പ്രാർത്ഥിക്കുന്നവൻ ഒന്നും തേടി അങ്ങോട്ട് പോകണ്ട, പ്രാർത്ഥിക്കുന്നവനെ തേടി എല്ലാം ഇങ്ങോട്ട് വരും. പറയാം. പർവ്വത മുകളിൽ കയറി ഒരുക്കൻ മുഴങ്കാലിനിടയ്ക്ക് തലയിട്ടുകൊണ്ട് കിടക്കുന്നു. എന്നാടാ പ്രശ്നം? ഉത്തരം, അടഞ്ഞു പോയൊരു വിഷയത്തിന്റെ മറുപടി അടയാളത്തോടെ ആകാശത്തിൽ കാണണം.
പ്രാർത്ഥിക്കുന്നവന് ബോധ്യമുണ്ട്, പ്രാർത്ഥിച്ചാൽ മറുപടിയുടെ മേഘം ആകാശത്ത് വെളിപ്പെടും. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. ഈ ദിവസങ്ങളിൽ നീ കണ്ണുനീരൊടുക്കിയതിന്റെ മറുപടി ദേശത്ത് അടയാളം പോലെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ ദൈവം നിനക്ക് തുറന്നു തരട്ടെ. ആ മറുപടിയുടെ മേഘം ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതി. പ്രാർത്ഥിക്കാൻ നിന്റെ വീട് നിനക്ക് അനുകൂലമായിരിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ നിന്റെ സഭ നിനക്ക് അനുകൂലമായിരിക്കത്തില്ല. പക്ഷെ വീട് അനുകൂലമല്ലേലും സഭ അനുകൂലമല്ലേലും പ്രാർത്ഥിക്കുന്നവൻ അതിനിടയിൽ കൂടെ പ്രാർത്ഥിക്കും. മിണ്ടുന്നില്ല. ഹന്നായുടെ പ്രാർത്ഥനയെ കെടുത്തുവാൻ ആ വീട്ടിൽ തന്നെ ഒരു പെനീന എഴുന്നേറ്റു. മിണ്ടുന്നില്ല. നിന്റെ വീട്ടിൽ തന്നെ ചിലപ്പം പിശാച് ആയുധമായിട്ട് കയ്യിലെടുക്കും. സ്വതന്ത്രം വെറും പാഴ്വാക്കാണ് ഈ തടസ്സങ്ങൾ. ശ്രദ്ധിക്കണം. ഹന്നായുടെ ഉദരം ദൈവം അടച്ചു. പെനീനയുടെ വർത്താനം കേട്ടോണം. സ്തോത്രം. വെറുതെ പ്രാർത്ഥിക്കുക, ഒന്നും കിട്ടാൻ പോകുന്നില്ല. കണ്ടോ, കത്തുന്ന തീക്കകത്ത് വെള്ളം കോരി ഒഴിക്കുക. എന്നാൽ അവിടെ വിടുതൽ കിട്ടാതെ ഓടി ആലയത്തിൽ വന്നു. അവിടെ വന്നപ്പോ പുരോഹിതൻ കേട്ടോ വീഞ്ഞാടി ഇറങ്ങട്ടെ. അപ്പൊ വീട് അനുകൂലമല്ല, ചർച്ച അനുകൂലമല്ല. പക്ഷെ അതിനിടയ്ക്കൂടെ അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മിണ്ടുന്നില്ല. ചിലര് പ്രതികൂലമാകുമ്പോൾ ഓർത്തോളം, നിന്റെ പ്രാർത്ഥനയുടെ ആക്കം കൂട്ടിക്കോളും, നിന്റെ പ്രാർത്ഥനയുടെ പവർ വർദ്ധിപ്പിച്ചോളും. എന്നോട് ദൈവാത്മാ പറയാ, അകന്നു പോയതൊക്കെ പ്രാർത്ഥനയിൽ വലിച്ചടിപ്പിക്കണം. നിന്റെ തലമുറയുടെ മേലൊരു പ്രാർത്ഥനാ ജീവിതം വെളിപ്പെടട്ടെ. ഇവിടെ ബൈബിൾ പറയുന്നത് ഏതു നേരത്തും, ഒന്ന് കൈകൊടുത്ത് പറ, ഏതു നേരത്തും ആത്മാവി പ്രാർത്ഥിക്കണം. ഒക്കുമ്പോഴല്ല, ഏത് നേരത്തും. മിണ്ടുന്നില്ല. ആവശ്യമില്ലാതെ വല്ലവരുടെയും കാര്യം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ആത്മാവി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞൊണ പറയാൻ നിന്നെ വിളിച്ചതാ, പക്ഷെ 5 മിനിറ്റ് നിന്നോട് മിണ്ടിയപ്പോ അവനും പ്രാർത്ഥിക്കാൻ തോന്നി. മിണ്ടുന്നില്ല. മറ്റൊരാളുടെ കുറ്റം പറയാൻ വിളിച്ചതാ, പക്ഷെ 5 മിനിറ്റ് മിണ്ടിയപ്പോ അവനും പ്രാർത്ഥിക്കാൻ തോന്നി. എന്താ കാര്യം? ഇവരുടെ പവർഫുൾ പ്രയർ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നയാളാ. നിന്റെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പം അദ്ദേഹം പറയാൻ വന്ന കാര്യം പറയരുത്, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതെന്താ കാര്യം? പറയാം. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. ഹല്ലേലൂയ. അപ്പൊ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇച്ചിരുടെ അടുത്തൊരു പടിയിൽ കയറി പ്രാർത്ഥിക്കണം. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ കേട്ടൊരു ടെസ്റ്റിമണി പറയാം. സ്തോത്രം. ഒരിക്കലും ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രിക്കാര് ബാംഗ്ലൂരിൽ ഒരു മീറ്റിംഗിൽ വന്നു. ഒരു ലീഡേഴ്സ് കോൺഫറൻസ് നടത്തി. 3000-ഓളം പേർ ആ കോൺഫറൻസിൽ ഉണ്ടായിരുന്നാണ് എൻ്റെ അറിവ്. അതിനകത്തൊരു പ്രവാചകി വന്നിരുന്നു, വിദേശ രാജ്യത്തുനിന്ന്. ബെൻഹിൻ മിനിസ്ട്രിക്കാരായിരുന്നു വന്നതന്ന്. ആ സ്ത്രീ ഭയങ്കര പെർഫെക്റ്റാണ്. അവർ ഭയങ്കര മിനിസ്ട്രി ചെയ്തു. ആ കൂട്ടത്തിലൊരു സ്ത്രീയോട് പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. സഭ സൈലൻ്റായി. കാര്യം ഒരു ആക്സിഡൻറ്റിൽ ആ സ്ത്രീയുടെ യൂട്രസ് അടക്കം അവയവങ്ങൾ റിമൂവ് ചെയ്തതാണ്. അതെല്ലാവർക്കും അറിയാം. ഹോട്ടൽ റൂമിൽ വന്നപ്പം സംഘാടകർ ആ സ്ത്രീയോട് പറഞ്ഞെന്നാ പറയുന്നേ, എല്ലാം നല്ലായിരുന്നു, പക്ഷെ ഒരു പ്രവചനം പാളിപ്പോയി. യൂട്രസ് ഇല്ലാത്ത സ്ത്രീയോടാണ് നിങ്ങൾ പ്രവചിച്ച കുഞ്ഞുണ്ടാവുമെന്ന്. ആ സ്ത്രീ ചിരിച്ചോട്ട് പറഞ്ഞു, തെറ്റ് ദൈവത്തിനല്ല, നിന്റെ കുഴപ്പമാ. അതെന്നാ, യൂട്രസ് ഇല്ലാതെയും കുഞ്ഞിനെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. അത് പ്രാർത്ഥിക്കുന്നവന്റെ റേഞ്ചാ. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ നിന്നോട് പറയാം, നിന്റെ ബുദ്ധിയിൽ നിന്നെ അലട്ടുന്ന ഒത്തിരി പ്രശ്നമുണ്ട്, അതിന്റെ മേളിലാ പ്രയർ. ഒരാമയും പറയണേ. 4.5 മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ഒരു വയറുവേദന. ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ ആ സ്ത്രീ ഗർഭിണിയാണ്. സ്കാനിങ് തെളിഞ്ഞു, ഒരു യൂട്രസിനകത്ത് കുഞ്ഞുണ്ടെന്ന്. ആ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഇത് കഥയല്ല, ബാംഗ്ലൂർ മൊത്തം അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിന്നോട് തുറന്ന് പ്രസംഗിക്കാം, പ്രാർത്ഥനയുടെ ശക്തി മനുഷ്യന്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. പ്രാർത്ഥിക്കുന്നൊരു സഭയുണ്ടോ നോക്കിയേ. ഇവിടെ മ്യൂസിക് ഉണ്ടെങ്കിലും, പാട്ടുകാരുണ്ടെങ്കിലും, പാസ്റ്റർമാരുണ്ടെങ്കിലും, വിശ്വാസി ഉണ്ടെങ്കിലും, സഭയാകണമെങ്കിൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവര് വേണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ ചുമ്മാതൊരു യോഗത്തിന് വരുന്ന പോലെ വരാതെ ഒന്ന് പ്രാർത്ഥിച്ചോണ്ട് വന്നേ. ഒരു കുടുംബ പ്രാർത്ഥന നടത്തിയാലും സ്തോത്രം. ഒരു വീട്ടിൽ നിന്നെ വിളിച്ചു, ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു.
അമ്മാമ്മ അച്ഛൻ എന്തിയേ? അച്ഛൻ കുവൈറ്റില്ല. മോൻ എന്തിയേ? അവൻ ഫ്രാൻസിലാ. മോൾ എന്തിയേ? ജർമ്മനിലാ. അമ്മാമ്മയ്ക്ക് എന്നാ ജോലി? ഒരു ജോലിയും ഇല്ല, ചുമ്മാ ഇരിക്കല്ലേ. എന്നാ പ്രാർത്ഥിച്ചേക്കാം. കർത്താവായ യേശുവേ, ഈ പഴഞ്ചൻ പ്രാർത്ഥനയ്ക്കല്ല നിന്നെ വിളിച്ചേ. മിണ്ടുന്നില്ല. നീ ഒരു വീട്ടിൽ പോയാ അവിടെ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിച്ചു പോരണം. നാളെ അവര് കൊതിക്കണം നീ ഒന്നുകൂടെ ചെല്ലാൻ. മിണ്ടുന്നില്ല. നീ ഒരു കോട്ടേജ് മീറ്റിംഗ് നടത്തിയാൽ, ഒരു പ്രാർത്ഥനാന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്താൽ നിന്നിലുള്ള കൃപാവരം അവിടെ ജ്വലിക്കപ്പെടും. പൗലോസ് തിമോത്തിയോസിനോട് പറയുക, ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് ഒരിടത്തോട്ട് വിടുക, അവിടെ ചെന്ന് അവരുടെ കുറ്റം ഇവരുടെ കുറ്റം കേട്ടു വരരുത്. എന്റെ കൈവപ്പിനാൽ നിന്നിലിരിക്കുന്ന കൃപാവരം നീ അവിടെ ജ്വലിപ്പിച്ചോണം. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രാർത്ഥനയുണ്ടോ നീ ചിലതിനെ ജയിക്കാൻ പോകുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് തൊട്ട് നിങ്ങളൊന്ന് ഉണർന്നാൽ നിങ്ങൾ തന്നെ അല്പം കഴിയുമ്പോൾ ചോദിക്കും, ഇത്ര വലിയ ശുശ്രൂഷ ഞങ്ങളിൽ ഉണ്ടായിരുന്നോ? യേശുവിന്റെ നാമത്തില് അവൻ മരുന്നിനേക്കാൾ ശക്തിയാ പ്രാർത്ഥനയ്ക്ക്. നീ മുട്ടുന്ന വാതിൽ നിന്റെ സാമ്പത്തിക ആവശ്യം സാധിപ്പിക്കാൻ കഴിവുള്ള വാതിലാ. ഒരു കാര്യം, പ്രാർത്ഥിച്ചോണ്ട് നടക്ക്, പ്രാർത്ഥിച്ചോണ്ട് കിടക്ക്, പ്രാർത്ഥിച്ചോണ്ട് ഇരിക്ക്, പ്രാർത്ഥിച്ചോണ്ട് പോക, എല്ലാം പ്രാർത്ഥിച്ചോണ്ട് ചെയ്യ. ബ്രദർ, നിന്നെ നിന്നിച്ച രക്തബന്ധങ്ങൾ കാണുക, ആ പ്രാർത്ഥനയുടെ റിസൾട്ട്. ഇനി പറയട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരാൾക്ക് സ്ഥാനം പിടിക്കണമെങ്കിൽ അത് പ്രയറിൽ കൂടെ പറ്റൂ. ഒരാമീൻ വരുന്നില്ല. ഞാൻ ഇച്ചിരി ഗഹനമായി ചിന്തിക്കാം. ലാസറിനെ കുറിച്ച് ബൈബിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കേട്ടോ. ലാസറിന്റെ വിവരം യേശുവിനോട് ചെന്ന് പറയുക, നിനക്ക് പ്രിയനായവൻ. ഞാൻ ചോദിക്കുന്നത്, നിന്നെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നല്ല, അറിയേണ്ടവന് നിന്നെ അറിയോ? സഭാ രജിസ്റ്ററിൽ പേരുണ്ട്, ഞങ്ങൾ മരിച്ചാ കുഴിച്ചിടും. നിന്റെ കൊച്ചിന് കല്യാണം വന്നാൽ നടത്തി തരും, വീടിന്റെ പ്രതിഷ്ഠിച്ചു തരും, സ്നാനം നടത്തി തരും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ ശുശ്രൂഷകരാ. പക്ഷെ ചോദ്യം ഇതല്ല, നിന്നെ ദൈവത്തിനറിയോ? ഒരാമീൻ പറയണേ. ഇന്ന് നീ അഭിമാനം കൊള്ളണം. ലോകത്തിൽ ആരും എന്നെ അറിഞ്ഞില്ലെങ്കിലും ഒരുവൻ എന്നെ അറിയുന്നുണ്ട്. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലരൊക്കെ ചോദിക്കുക, എന്തോനാ ഈ കയ്യടി, എന്തോനാ ഈ പാട്ട്? പറയാം, ഞാൻ ഒരുവന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ളവനാ. എന്നെ കർത്താവ് അറിയുന്നുണ്ട്, ഞാൻ അവന്റെയാണ്. ഇച്ചിരി കൂടെ ഗഹനമായിട്ട് ധ്യാനിക്കാം. ശ്രദ്ധിച്ചു കേട്ടോണം. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കും. പക്ഷേ യേശു അന്നേരം ശുശ്രൂഷിച്ച സ്ഥലത്തു തന്നെ നാം ഇച്ചിരി ദിവസം കൂടെ നിന്നു. മിണ്ടുന്നില്ല. അതെന്നാ? പ്രിയനായവനൊരു കാര്യമുണ്ടായ ഇടപെടാത്ത. സാധാരണപ്പെട്ടവന്റെ കാര്യത്തിൽ ഇടപെട്ടുപോലല്ല, പ്രിയനായവന്റെ കാര്യത്തിൽ അത് സ്പെഷ്യൽ കേസാ. നീ തല കുനിക്കുന്നത് ദേശം കണ്ടെങ്കിൽ നീ തല ഉയർത്തുന്നതും ദേശം കാണും. നീ അപമാനിക്കപ്പെടുന്നത് ദേശം കണ്ടെങ്കിൽ നീ മാനിക്കപ്പെടുന്നതും ദേശം കാണും. നീ കരയുന്നത് ദേശം കണ്ടെങ്കിൽ നീ ചിരിക്കുന്നത് ദേശം കാണും. ഒരിക്കലേ ഈ വിവരം യേശുവിനോട് പറഞ്ഞുള്ളൂ, കൂടെ കൂടെ പറഞ്ഞില്ല. മിണ്ടുന്നില്ല. ഒരിക്കൽ മാത്രമേ ഈ കാര്യം ആരോട് പറഞ്ഞുള്ളൂ? യേശുവിനോട് പറഞ്ഞുള്ളൂ. കൂടെ കൂടെ പറഞ്ഞോ? ഇല്ല. രാവിലെ പ്രാർത്ഥിച്ചോ, കർത്താവേ ലാസറിന്റെ കാര്യം ഓർത്തോണേ? പ്രാർത്ഥിച്ചില്ല. ചെന്ന് ഓർപ്പിച്ചോ? ഒരിക്കൽ ഓർപ്പിച്ചു. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. ഒരാമീൻ വരുന്നില്ല എന്ന് പറഞ്ഞ, നീ ഒരിക്കൽ പറഞ്ഞ കാര്യം സമയമാകുമ്പോൾ ഓർത്ത് നിന്റെ കാര്യത്തിൽ ഇടപെടുന്നവനായ യേശു. കാഴ്ചയില്ലായിരുന്നു. ഇപ്പോൾ ഒരു കണ്ണിന് ചെറിയതായിട്ട് കാഴ്ചയുണ്ട്, ഒരു കണ്ണിന് ഒട്ടും കാഴ്ചയില്ല. അത് തന്നെ മെയിനായിട്ട്. പിന്നെ തലകറക്കോട് 1 മാസത്തോളം തലകറക്കോട്ട് ഭാരപ്പെടും. തലകറക്കം ഒട്ടും മാറുന്നില്ല. ആശുപത്രിയിലൊക്കെ പോയിട്ട് ഒരു കുറവൊന്നും കാണുന്നില്ല. പിന്നെ അത് തന്നെ പിന്നെ ഇരുട്ടിൻ്റെ എന്തായാലും ഉറങ്ങുന്ന സമയത്ത് ഇരുട്ടിൻ്റെ എന്തായാലും പേടിച്ച് കാണാൻ മേലാത്ത കാഴ്ചകളൊക്കെ കിട്ടുന്ന പക്ഷെ ഉറങ്ങാനൊന്നുമേ പറ്റുന്നില്ല. ഇരുട്ടിൻ്റെ എന്താ കാര്യം പറയാം. ഇതൊന്നും അല്ല, ഒരു സാത്താൻ ദേഹത്തുണ്ട്. അത് പോയാൽ ഇപ്പോൾ വിടുതലാവും. രാത്രി വന്ന് നിങ്ങളെ കൊങ്ങായിക്ക് പിടിക്കുകയും
അല്ലയോ? മിനിഞ്ഞാന്ന് രാത്രിയിലും വന്നില്ലയോ? വന്നു. ഒരു വെട്ടി വേർത്ത് രാത്രി 2:45 എഴുന്നേറ്റില്ലയോ? ഇന്ന് മാറിപ്പോ. കണ്ണ് കണ്ടാലും കണ്ണില്ലേലും ജീവിക്കും. പക്ഷെ ഈ സാത്താനെ വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഇവനെ ഇന്ന് പുറത്താക്കുമ്പോൾ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് കാണും, മറ്റേ കണ്ണിനകത്ത് വെളിച്ചം വീശാൻ തുടങ്ങും. അതിനെ തൊടാൻ യേശുവിന് പ്ലാനുണ്ട്. ദ ബ്ലഡ് ഓഫ് ജീസസ്. ഒരു ഡെലിവറൻസ് സെക്ഷൻ നടക്കുക ഇവിടെ യേശുവിന്റെ നാമത്തിൽ. തായ്വേരുകളെ പിഴുതെറിയുന്ന, ഇവനെ ബാധിച്ചിരിക്കുന്ന ആ ശക്തി, യെസ്, പവർ. ഒരു മിനിറ്റ് അച്ചായ, ഇച്ചിരി മങ്ങല് മാത്രം ഉണ്ടായിരുന്നു. ആ കണ്ണിപ്പം നല്ലതായിട്ട് കാണോ? നന്നായിട്ട് കാണാം. ഇതാണ് പേര് പറയോ? പേര് മിനി. മിനി എവിടാ വീട്? റാന്നിയില്. മിനിയെ ഇന്ന് കർത്താവ് തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര വർഷമായി മിനിക്ക് ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? 5-6 വർഷമായി. 6 വർഷമായി. ഒത്തിരി ചികിത്സിച്ചോ? ചികിത്സിച്ചു. എന്നിട്ടൊന്നും സൗഖ്യമായി ഇല്ല. തൽക്കാലത്തേനൊരു സൗഖ്യം. തൽക്കാലത്തേനൊരു സൗഖ്യം. അന്നേരം ഒരു കുറവ് കിട്ടും. എന്നാ ഇന്ന് സ്ഥിരമായ ഒരു സൗഖ്യം തരാൻ പോകും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, 10 മിനിറ്റ് നിൽക്കാൻ വയ്യാത്ത ഒരാളുടെ അവസ്ഥ, ഹല്ലേലൂയ, അത് ഭയങ്കരമാണ്. ആ അവസ്ഥയെ കർത്താവ് തൊടാൻ പോവാ. 2 കൈയും മേപ്പോട്ട് പൊക്കിച്ചു. എത്രയും പൊക്കാമോ അത്രയും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, 2 കൈയും പൊക്കാൻ പോവാ. ശ്രദ്ധിക്കണം. You deserve the glory and the honor. Lord, we lift our പൊക്കാവുന്ന അത്രയും പൊക്കിയാന്നാ വെച്ചേക്കുന്നേ? ആന്നോ? ആന്നോ? നിങ്ങൾക്ക് കാണാം. ആരെങ്കിലും ഒരാൾ കയറി വരാമോ? നമ്മുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് നോക്കാം, ഈ കൈയും തമ്മിൽ 2 ഇഞ്ചോളം നീള വ്യത്യാസമുണ്ട്. മോളെ, ഞാൻ ഈ പിടിച്ചേക്കുന്ന പോലെ 2 വിരൽ മെല്ലെ തൊട്ടാൽ മതി. ഇതാണ് ഈ മകൾക്ക് 7 വർഷമായിട്ടുള്ള രോഗം. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. കർത്താവ് ഇവളെ തൊട്ടാലേ സൗഖ്യമാകും, അല്ലാതെ ഒരു ബ്രദർ പ്രാർത്ഥിച്ചാലേ സൗഖ്യമാകും. ഹല്ലേലൂയ. ആ നടുവിലേക്ക് കൈ വെക്കും മോളെ. യേശു ഇവളെ തൊട്ടാൽ ഇവിടെ ഈ കൈ വളർന്ന് അവിടെ വരും. അന്നേരം തന്നെ ഇവിടെ വേദന അപ്രത്യക്ഷപ്പെടും. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. മോളെ, നിനക്ക് ഒരു ശുശ്രൂഷ ദൈവം തരുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ആ കയ്യെ തൊടട്ടെ. ഇപ്പോൾ ദൈവശക്തി, യെസ്, കണ്ടോ, ആ കൈ മുകളിലേക്ക് വളരുകയാ. യേശുവിന്റെ നാമം. അതവിടെ നടുവിൽ സൗഖ്യം നടക്കും. നടുവിൽ സൗഖ്യം നടക്കും. നടുവിൽ സൗഖ്യം നടക്കും. നടുവിൽ സൗഖ്യം നടക്കും. നടുവിൽ കണ്ടോ, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് കാണാം. the honor. Lord, we lift our hands in worship as we lift your holy name. ഇനി ആ കൈ താത്തിട്ടോ മോളെ. നമുക്ക് കുനിയാനായിട്ട് പറ്റുമോ? ബുദ്ധിമുട്ടാ. നമ്മൾ സാധാരണ കുനിയുന്ന രോഗമൊന്നും ഇല്ലാത്തൊരു കുനിയുന്ന പോലെ എനിക്ക് പറ്റത്തില്ല. പറ്റത്തില്ല. മുട്ടുമടക്കി താഴെ ഇരിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പക്ഷെ ഇന്ന് മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 2 കൈയും മുകളിലോട്ട് ഒന്നുകൂടെ ഉയർത്തിക്കേ. എത്രയും ഉയർത്താം അത്രയും ഉയർത്തി ഒന്നിച്ചു വെച്ച്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഇനി മകളെ, ഒരു സാധാരണ ആള് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. ഒരു സാധാരണ ആള് കുനിയുന്ന പോലെ കുനിയാൻ പോകാം. ഹല്ലേലൂയ. കർത്താവേ, കൃപ. നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്, ഒന്നുകൂടെ നൂന്നാട്ട്, ഒന്നുകൂടെ കുനിഞ്ഞാട്ട്. നിങ്ങളുടെ കൺമുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. മോളെ, എന്തെങ്കിലും ഒരു വേദനയുണ്ടോ? ഒരു വേദനയും ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചത്? കർത്താവ് എനിക്ക് സൗഖ്യം. കണ്ടോ, യേശു തൊടുകയാ. 7 വർഷം കഴിയത്തില്ലെന്ന് പറഞ്ഞത് 7 സെക്കൻഡ് കൊണ്ട് യേശു ചെയ്യുകയാ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കൊരു ദൈവ നിയോഗം. നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങളുടെ കൈകളെ വെക്കുക. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കൈ വെക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശുവും കൈവെക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ അദൃശ്യകരം അവരെ തൊടുമാറാകണം.
ഇന്നുവരെ വെളിപ്പെടാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. അവർ കൈവച്ച സ്ഥലത്ത് യേശുവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ അവർ സൗഖ്യമാകണം. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ചു തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വകയായിട്ട് ഇങ്ങനൊരു ശുശ്രൂഷ നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനത്തെ സഹായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വകയായിട്ട് കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി കൈകോർക്കാം, കൂട്ടായി യേശുവിനെ ഉയർത്താം. നമുക്കൊന്നിച്ച് യേശുവിൻ്റെ രാജ്യത്ത് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Jesus Voice TV viewers meeting at Chennai on March 23rd Saturday, time 9:30 am to 3 pm. Reverend Annie George ministering. Venue Christ Church near Devi Theatre, Mount Road, Chennai. Come, let's worship together and be blessed. Contact 944-735-9132 99 611 59659.